അമേരിക്കയിലെ ഒരു മലയാളി കർഷകന്റെ വീട്ടിലാണ് ഞാനുള്ളത്. കർഷകൻ എന്ന് പറയുമ്പോൾ കർഷകൻ മാത്രമല്ല, ഒരു പാസ്റ്റർ കൂടിയാണ്. ഏവർക്കും പ്രിയങ്കരനായ റവറൻഡ് സണ്ണി താഴാമ്പള്ളം. മലയാളിക്ക് ഒരു ഗുണമുള്ളതെന്ന് ചോദിച്ചാൽ, ലോകത്തിന്റെ ഏത് ഭാഗത്ത് ചെന്നാലും വസ്ത്രരീതി ആയാലും ഭക്ഷണമായാലും ജീവിതക്രമങ്ങൾ എന്തു തന്നെയായാലും അതൊക്കെ ഒരു മലയാളി തനിമയിൽ നിലനിർത്താൻ ശ്രമിച്ചു പോരാ. അദ്ദേഹത്തിന്റെ വീടിന്റെ പുറവശത്തുള്ള കൃഷിസ്ഥലങ്ങളെ കുറിച്ചാണ് ഇന്ന് നമുക്ക് നിങ്ങളെ കാണിക്കുന്നതും പറയുന്നതും ഒക്കെ. സണ്ണി സാറെ, പൊതുവെ തണുപ്പുള്ള രാജ്യമാണ് അമേരിക്ക. വിന്റർ സീസണിൽ മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളാണ് അമേരിക്കയുടെ മിക്ക ഭാഗങ്ങളും. ഹ്യൂസ്റ്റണിൽ കുറച്ച് കൂടെ ചൂടുള്ള ഒരു സ്ഥലം അല്ലേ, ടെക്സാസ് സ്റ്റേറ്റ്. കോവലാണ്. ഓ, കോവല. ഓക്കെ. ഇതിനകത്ത് രാവിലെ പറിക്കാൻ ഇറങ്ങിയതാണ്. അപ്പൊ കൃഷിയോട് അത്രമാത്രം താല്പര്യം അല്ലെ? അതെ. കൃഷി എന്റെ ഏറ്റവും വലിയ വിനോദമാണ്. അത് കൊച്ചിലെ തൊട്ടേ. അപ്പൊ ഈ നാട്ടിൽ നിന്ന് പോരുന്നതിന് മുമ്പ് കൃഷിയുള്ള ആളാണ്. സണ്ണി സാറിനെ കുറിച്ചൊരു പ്രത്യേക കാര്യം പറയാനുള്ളത്, അമേരിക്കയിൽ അത്യാവശ്യം ജീവിത സൗകര്യങ്ങളോടുകൂടിയാണ് താമസമെങ്കിലും വർഷത്തിലൊരു 4 പ്രാവശ്യമെങ്കിലും അല്ലെ നാട്ടിൽ വരാറുണ്ട്. ഒരു 4-5 മാസം നാട്ടിലെ ജീവിതമാണ് അദ്ദേഹത്തിന് ഇഷ്ടം. നാട്ടിലെ ഭക്ഷണം, നാട്ടിലെ ആളുകളുമായിട്ട് ബന്ധപ്പെട്ട മീറ്റിങ്ങുകളൊക്കെ പോയി, കൺവെൻഷനൊക്കെ കൂടി, നാട്ടിലെ വസ്ത്രധാരണമൊക്കെ ആയി, ഇങ്ങനെ നാട്ടിലെ മലയാളി കൾച്ചറിൽ ജീവിക്കാനാണ് അദ്ദേഹം ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് അങ്ങനെ എന്തുകൊണ്ടാ സാർ ഇങ്ങനെ മലയാളി തനിമ അമേരിക്കയിൽ വന്നൊരു വ്യത്യസ്ത സംസ്കാരത്തിന് ശൈലിയിൽ ജീവിച്ചിട്ടും എന്നെ ഈ കേരളത്തോട് മലയാളത്തിൽ മാത്രം ആവേശം? കേരളത്തിലെ കേരള സംസ്കാരം എനിക്ക് വളരെ ഇഷ്ടമാണ്. കാരണം ഒന്നാമത് ഭാഷ, മലയാളം എനിക്ക് വളരെ ഇഷ്ടമാണ്. കാരണം ഇംഗ്ലീഷ് ക്ലാസ്സിൽ കോളേജിൽ പഠിക്കുമ്പോൾ പോലും ഇംഗ്ലീഷിന്റെ ക്ലാസ്സിൽ കയറത്തില്ലായിരുന്നു. അത്രയ്ക്ക് ഇംഗ്ലീഷുമായിട്ട് ഭയങ്കര അങ്ങോട്ട് വരുമോ. പക്ഷെ ഇംഗ്ലീഷ് ഇല്ലാതെ പറ്റത്തില്ലല്ലോ. ഇംഗ്ലീഷ് പ്രൊഫസർ എന്റെ വീട്ടിൽ വന്ന് താമസിച്ചപ്പോ എന്നോട് പറഞ്ഞിടാ, നിന്നെ ക്ലാസ്സിൽ വെച്ച് ഇത്രയും കാണാനിടയായിട്ടില്ല. 2-3 ദിവസം വീട്ടിൽ വന്ന് താമസിച്ചു. അത് പുള്ളിയുടെ പേര്, പുള്ളിക്കൊരു ഇരട്ടപ്പേരുണ്ട്, അതേ എനിക്കറിയത്തുള്ളൂ. അത് പറയണ്ട ഇപ്പൊ. ഏതായാലും ഈ കേരളവും കേരളത്തിന്റെ ഭക്ഷണ രീതി അല്ലേ, അതെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് കൂടുതൽ സമയം വീട്ടിലാണെങ്കിലും ഒരു നേരം ചോറുണ്ടേലേ ഒക്കത്തുള്ളൂ. ഉച്ചയ്ക്ക് ചോറായിരിക്കണം. മക്കളെല്ലാരും നന്നായിട്ട് മലയാളം സംസാരിക്കുകയും ചെയ്യും, വളരെ ഭംഗിയായിട്ട് സംസാരിക്കും. ഇവിടെ ജനിച്ചു വളർത്തപ്പെട്ട കുട്ടികളാണെങ്കിൽ പോലും. ഇനി നമുക്ക് കൃഷിയിലേക്ക് കിടക്കാം. ഇത് എന്ത് പേരാ? ഇത് നല്ല പേരാ, മീറ്റർ പേരാ. ഇത് എവിടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണോ? നാട്ടിൽ നിന്നല്ല, ഇവിടെ തന്നെ എനിക്ക് കിട്ടിയതാ മീറ്റർ പേര്. എന്റെ നാട്ടിൽ നിന്ന് ആളുകൾ കൊണ്ടുവന്നതാ. അപ്പൊ കൊണ്ടുവന്ന് നമുക്ക് തന്നതാ. ഈ പയറ് കണ്ടില്ലേ കിടക്കുന്നത്? ഇത് കണ്ടോ? ഇത് കണ്ടില്ലേ? നല്ല നീളമുള്ള പയറാ, നല്ല രുചിയുള്ള പയറാണ്. വളരെ നമുക്ക് ഒരു 10 എണ്ണം ഉണ്ടെങ്കിൽ നമുക്കൊരു തോരൻ വെക്കാം. അതെ. ഈ വെള്ളക്കാരും സാധാരണ ഇങ്ങനെയുള്ള പച്ചക്കറികളൊന്നും കൃഷി ചെയ്യാറില്ല. അവരൊന്നും കൃഷി ചെയ്ത്, അവർക്ക് കൃഷി ഇതൊന്നും ആക്കി അഴിച്ചു എടുക്കാൻ അറിയത്തില്ലല്ലോ. അവർക്ക് ഇതെല്ലാം അരിഞ്ഞ് അവിടെ വായി കൊടുത്താൽ കഴിക്കും. കടകളില് ഇത് കഴുകി നുറുക്കി വെച്ച് അല്ലെ, അതെ, അതൊക്കെ വേവിക്കാൻ പറ്റുന്ന പരുവത്തിനാക്കി വെച്ചേക്കുന്ന വാങ്ങിക്കൊണ്ടുവന്ന് ഭക്ഷിക്കാന്നല്ലാതെ വീട്ടുമുറ്റത്ത് കൃഷി ചെയ്ത് ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികളോ മറ്റു വിളകളോ എടുത്ത് ജീവിക്കുന്ന ഒരു സ്വഭാവം വെള്ളക്കാരെ സംബന്ധിച്ചില്ല. ഞാൻ ചിലടത്ത് കണ്ടിട്ടുണ്ട്, ആപ്പിള് പഴുത്ത് ഒഴിഞ്ഞു പോകുന്ന കണ്ടിട്ടുണ്ട്. എന്നാൽ അവരത് പറിച്ച് കഴിക്കത്തില്ല, കടയിൽ പോയി വാങ്ങി കഴിക്കത്തുള്ളൂ. ഇത് വലിയ വലിപ്പമുള്ളതുണ്ടല്ലേ? അതെ. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം കൃഷി കുറവാ. ഇഷ്ടംപോലെ കൃഷി. ഹൂസ്റ്റണിലെ മലയാളി സമൂഹത്തിന് നല്ലൊരു പങ്കിനും സുഹൃത്തുക്കൾക്കും പച്ചക്കറി ഇവിടെ നിന്ന് വിതരണം ചെയ്യാറുണ്ട് അല്ലേ? അങ്ങനെ എല്ലാവർക്കും. എന്നാലും കഴിഞ്ഞ വർഷം കണ്ടവനുണ്ടായി. കഴിഞ്ഞ വർഷം ഒത്തിരി കൊടുത്തു. ഒരു 500 വെള്ളരി, കുമ്പളം 500 എങ്കിലും ഡാളസില്, ഗൾഫില് ആൾക്കാർ വന്ന് കൊണ്ടുപോയി. ന്യൂയോർക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് കൊടുക്കാൻ ആവശ്യത്തിന് കിട്ടി. അത് കഴിഞ്ഞ വർഷം അത്ര നല്ലതായിട്ടുണ്ടായി. ഈ വർഷം ഞാൻ അത് ഇട്ടില്ല, അതുകൊണ്ട്. കാരണം ഒത്തിരി അധികം വന്നു. അത് ചെലവാക്കാൻ തന്നെ പാടായിരുന്നു.
അതെ, ഈ വർഷം നമ്മള് കഴിഞ്ഞ ദിവസം ഇവിടുന്ന് പച്ചക്കറികൾ കയറ്റി വിട്ടല്ലോ നമ്മള് ന്യൂ മെക്സിക്കോയിലേക്ക്. ഓ യാ 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 യാ. അത് ശരിയാ. ബാബു ജോൺ പാസ്റ്റർക്ക് കൊടുത്തു വിട്ടല്ലോ. യാ. വാഴയുണ്ട്. വാഴയുണ്ട്. ഇത് എവിടുന്ന ഈ വാഴ വിത്ത് എവിടുന്ന് കിട്ടി? ഇത് മോറിസ് ഇവിടെ കിട്ടും. പക്ഷെ ഇത് കഴിഞ്ഞ വർഷം കുറച്ച് കൊലകൾ കിട്ടിയായിരുന്നു അല്ലേ? കൊലകള് 8 കായ്ച്ചു. ഇത് ചൂടാണല്ലോ ഇത്. അത് കൊലച്ചെന്ന് പറയാം. കൊലച്ചു, പക്ഷെങ്കിൽ അത് വെട്ടാനായപ്പോഴത്തേക്ക് സമയം കഴിഞ്ഞു. മഞ്ഞ് വീഴാൻ തുടങ്ങി. തണുപ്പായി. അത് പേരയല്ലേ? അത് പേര. അതെ. പിന്നെ പ്ലാവ് നിപ്പുണ്ടല്ലോ. പേര, പ്ലാവ്, മുരിങ്ങ, അതല്ല പേര. ഇത് പേര. കായ്ച്ചോ? ഇത് കാ കിട്ടിയോ? ഇതല്ല, കാ ഉണ്ടായി വരുന്നേ ഉള്ളൂ. ഉണ്ടായി വരുന്നുണ്ട്. കായ ഉണ്ടായി വരുന്നുണ്ട്. അതുപോലെ ഇത് ചീമപ്പയറെന്ന് പറയും. ചീമപ്പയറോ വാളരി. പല പേരുണ്ട്. ഇത് വാളരിപ്പയറാണ്. വാളരി, ചീമ. ഇതിന്റെ വിത്തുകളൊക്കെ ഇവിടുന്ന് കിട്ടുമല്ലേ? ഞാൻ എല്ലാ വർഷവും ഇത് ഞാൻ കീപ്പ് ചെയ്യും. പലർക്കും മെക്സിക്കോയിൽ നിന്ന് വരുന്ന വിത്ത്. അല്ല, മെക്സിക്കോ അല്ല. ചേമ്പ്. ഒരു പക്ഷിയുടെ കാലിൽ കുരുങ്ങി ഒരു പക്ഷി ഇവിടെ കിടന്ന് വിഷമിക്കുന്നല്ലോ. കഷ്ടം. അതിനെ ശരിയാക്കി വിട. അതിനെ എടുത്തു വിടാം. കാലിൽ ഏതാണ്ട് കുരുക്ക് പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഏതാണ്ട് ഒരു സൈസ് നല്ല കാണാൻ ചന്തമുള്ള ഒരു കുഞ്ഞു പക്ഷി. നല്ലതാ. പക്ഷികൾ ഇഷ്ടം പോലെ ഇവിടെ ഉണ്ടല്ലോ, തൊട്ട് പുറകിൽ വനമായതുകൊണ്ട്. എടുത്തു വിടണോ എന്നെ? ഒന്ന് നോക്കിക്കേ. എന്റെ കാലിൽ ഒരു കുരുക്ക്. അതിന്റെ കാലിലൊന്നും ഇല്ലേ? എന്നാ കുഞ്ഞായിരിക്കും അല്ലയോ? എന്റെ തള്ള വന്ന് കൊണ്ടുപോക്കുള്ളൂ എന്ന് പ്രതീക്ഷിക്കുക അല്ലേ? ചെറുകിനെന്തോ പറ്റി? ചിറകിന് കാലിന് എന്തോ ചെറിയ പ്രശ്നമുണ്ട്. അപ്പൊ അവനെ നമുക്ക് പിന്നെ ശ്രദ്ധിക്കാം. അവനോട് രക്ഷപ്പെടുത്തി വിടാൻ പറ്റുമോ നോക്കണം. മുരിങ്ങയുണ്ട് അല്ലേ? ഈ പ്ലാവിന്റെ തൈയൊക്കെ മെക്സിക്കോയിൽ നിന്നൊക്കെ വരുന്നതായിരിക്കും അല്ലയോ? അതെ. അല്ലല്ല, പ്ലാവിന്റെ തൈ നാട്ടിൽ നിന്ന് ആരോ കൊണ്ടുവന്ന് എനിക്ക് തന്നതാ. ഇതിനകത്ത് എല്ലാം ഉണ്ട്. ഇതെന്തോ ഗ്രീൻ ഹൗസ് എന്ന് പറയും. ഗ്രീൻ ഹൗസിലെല്ലാം. ഗ്രീൻ ഹൗസ് നമുക്കത് കണ്ടേക്കാം. ഇതിനകത്ത് ആത്തയുണ്ട്. മുരിങ്ങ മുരിങ്ങ. നമ്മുടെ നാടൻ സീതപ്പഴം. അതെ. ഇത് കായ്ച്ചു കിടക്കുന്നു. ഇതൊക്കെ ഈ തണുത്ത ക്ലൈമറ്റിൽ ഉണ്ടാകുന്ന പോകും. ഇതെല്ലാം ചീഞ്ഞൊക്കെ പോയി പോകത്തില്ല. ഇതിനകത്ത് പോകത്തില്ല. ഇതിനകത്ത് ഈ വിൻഡോസ് എല്ലാം അടയ്ക്കും. മുരിങ്ങയ്ക്ക് കായ്ച്ചു കിട്ടണം. മുരിങ്ങ ഉണ്ടല്ലോ. മുരിങ്ങയുണ്ട്. മനസ്സിലായി. താഴെയും കിടക്കുന്നു. ഓമയ്ക്കുണ്ട്. ഇത് ഏതെന്ത് മാവാ? ഇത് എന്ത് മാവാന്ന് അറിയത്തില്ല. ഒരു മാവെന്നേ അറിയത്തുള്ളൂ. പ്ലാവ് നിപ്പുണ്ടകത്ത്. പ്ലാവുണ്ട്. പിന്നെ പാഷൻ ഫ്രൂട്ട് കയറി പോകുന്നുണ്ട്. വാഴയുണ്ട്. ഇതെല്ലാം ഇതിനകത്തായതുകൊണ്ട് തണുപ്പത്ത് പോകത്തില്ല. പക്ഷെ എന്നാൽ ഇത് മഞ്ഞുകാലാകുമ്പോ ഇതെല്ലാം പോവും അല്ലെ? കുറച്ചൊക്കെ നിൽക്കുമായിരിക്കും അല്ലെ? ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രത്യേക മെറ്റീരിയലാണ്. ഇത് ചൂട് ഇതിനകത്തോടെ ആഗിരണം ചെയ്യത്തില്ല. ചൂടും തണുപ്പും. പക്ഷെ ലൈറ്റ് കിട്ടും. ലൈറ്റ് കിട്ടും. ഇത് കൃഷിക്ക് വേണ്ടി മാത്രമുള്ള ഒരു സാധനമാണ്. കംപ്ലീറ്റ് വോളും റൂഫും എല്ലാം അങ്ങനെ. ഇതിനകത്ത് ഹീറ്ററുണ്ട്. ഓട്ടോമാറ്റിക് ആയിട്ട് ഹീറ്റർ ഓൺ ആകും. ഇതിന് പണം മുടക്കുന്ന കാശ് വെച്ച് നോക്കുമ്പോഴേ ഒരു 10 വർഷത്തേക്ക് വാൾമാർട്ടിൽ പോയി പഴവർഗ്ഗങ്ങൾ വാങ്ങി കഴിച്ചൂടെ? അതെ. പക്ഷെ ഇതൊരു ഹോബി തന്നെ അല്ലല്ലോ. കൃഷിയോടുള്ള ഒരു താല്പര്യം അല്ലേ? അത്രേ ഉള്ളൂ. അല്ലാതെ ആദായമല്ല. ഇത് നമ്മുടെ താമരക്കണ്ണൻ ചേമ്പല്ലേ? ഇതിനകത്ത് ഹീറ്ററും ഫാനുണ്ട്. കാരണം ഓവർ ഹീറ്റ് വന്നാൽ ഫാൻ ഓൺ ആവും. അതുപോലെ തന്നെ ഈ തണുപ്പ് വന്നാൽ ഹീറ്റർ ഓൺ ആവും. ഇത് നമ്മുടെ ഈ താമരക്കണ്ണൻ ചേമ്പല്ലേ? അതെ. നല്ല ടേസ്റ്റ് ഉള്ള നല്ല ചേമ്പ. ഇത് ഹൈബ്രിഡ് കത്രിക്കായാണ് അല്ലേ? ഹൈബ്രിഡ്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം വലിയ കായ്കളെല്ലാം കുറെ പറിച്ചു കഴിഞ്ഞല്ലോ. കുറെ പറിച്ചു. പയർ. ഇത് കുറ്റിപ്പയറെന്ന് പറയും. കുറ്റിപ്പയർ അധികം കണ്ടില്ലേ? പക്ഷെ മുയല് വന്ന് കയറി എല്ലാം ആക്രമിച്ചോണ്ട് പോകാറുണ്ട് അല്ലേ? കൊറേ മുയലിന് കൊടുക്കും. പിന്നെ അതും ജീവിക്കണമല്ലോ. സാറേ, പച്ചമുളക്, നമ്മുടെ നാടൻ പച്ചമുളകുണ്ട്. ഇത് നമ്മൾ ഫ്രൈ ചെയ്യുന്ന മുളകല്ലേ? അതെ.
ബനാന പേപ്പർ എന്നാ ഇവിടെ പറയുന്നത്. എന്തോന്നാ? ബനാന പേപ്പർ. ഓ അത് ശരി. ഇത് നമുക്ക് മാവിൽ മുക്കി എണ്ണക്കകത്തിട്ട് പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാ. വഴിവെക്കിലൊക്കെ ഇത് എരിവ് കുറവുണ്ടല്ലേ? അതെ. ഇത് വളരെ നന്നായിട്ട് സമൃദ്ധിയായിട്ട് ഉണ്ടായിട്ടുണ്ടല്ലോ. ഓ ഇത് ഇഷ്ടം പോലെ ഉണ്ടാവും. ഒരു മൂടുണ്ടെങ്കിൽ നമുക്ക് ധാരാളം മതി. ധാരാളമായി. ഇതൊക്കെ എല്ലാരും കൊണ്ടുപോകും, വന്ന്. ഈ നല്ല വിന്റർ സീസൺ വന്നു കഴിഞ്ഞാൽ ഇതൊന്നും അല്ല ഇവിടുത്തെ കാഴ്ച. ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അമ്പരന്ന് പോവും. കാരണം ഇപ്പൊ കാണുന്ന ഈ ഭൂമിയാണോ വിന്ററിലെ ഹ്യൂസ്റ്റണിലെ അമേരിക്കയിലെ ഭൂമിയെന്ന് നമുക്ക് തോന്നിപ്പോകും. മഞ്ഞ് വീണ് മൂടി ഇതെല്ലാം ഉണങ്ങി അല്ലെ, പുല്ലെല്ലാം പോവില്ലേ? ഇത് കണ്ടില്ലേ, ഇത് ബെൽ പേപ്പർ. ബെൽ പേപ്പർ വലുത് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ക്യാപ്സിക്ക എന്താ പറയുന്നത്? ഇതിന് ബെൽ പേപ്പർ. ഓ ശരി. ഇത് ഓൾറെഡി നല്ലതാ. ബെൽ പേപ്പർ എല്ലാത്തിനും ഉപയോഗിക്കാമല്ലോ. അപ്പോൾ കൃഷി ചെയ്ത് വിളവെടുക്കുമ്പോ ഒരു സന്തോഷമുണ്ടല്ലേ സാർ? വെരി ഹാപ്പി. സണ്ണി സാറിന്റെ വലിയൊരു ഒരു പന്തലാണ് കാണുന്നത്. ഇത് മുഴുവൻ പാവൽ കൃഷിയാണ്. പാവൽ നിറച്ച് കായ് കിടക്കും. ഇതെല്ലാം പറിച്ച് ഓരോരുത്തർ കൊടുത്തെന്ന് തോന്നുന്നു അല്ലേ? കുറച്ചൊക്കെ കൊടുക്കും. ഈ വർഷം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വിളവ് കുറവാ അല്ലേ? വിളവ് കുറവാ. പക്ഷെ പടവലം ഇഷ്ടം പോലെ. പടവലങ്ങ ഇഷ്ടം പോലെ ഉണ്ട്. ഇതെല്ലാം കിടക്കുന്ന പടവലങ്ങ അത് വിത്തിലിട്ടിരിക്കുക ഒരെണ്ണം. ഓക്കെ ഓക്കെ. ഇതൊരെണ്ണം വിത്തിന് വേണ്ടി മാറ്റി നിർത്തിയിരിക്കുക. ഇത് ബാക്കിയെല്ലാം ഇഷ്ടം പോലെ അല്ലേ? പടവലങ്ങ ഇനി ഉണ്ടാവും. ഇഷ്ടം പോലെ ഉണ്ട്. ഇഷ്ടം പോലെ ഉണ്ട്. ഇത് എത്ര മാസം കൊണ്ട് അവസാനിക്കും ഇതെല്ലാം? ഒക്ടോബർ ആകുമ്പോഴത്തേക്ക് തീരും. ഇനി ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ 3 മാസം കൂടെ കഴിയുമ്പം ഈ പുല്ലെല്ലാം കരിഞ്ഞു പോവല്ലേ? പുല്ലെല്ലാം കരിഞ്ഞു പോയിട്ട് മഞ്ഞ് വീണ് വേറൊരു ഭൂപ്രകൃതിയായിട്ട് മാറും. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിനപ്പുറത്തോട്ടൊരു ഭൂപ്രകൃതിയായിട്ട് മാറും. നമ്മുടെ വാഴ കൃഷിയാണ് പ്രത്യേകം. സണ്ണി സാറിന്റെ പൂവൻ വാഴത്തോട്ടം അതാണ് ഏറ്റവും എടുത്തു പറയത്തക്കതായിട്ടുള്ളത്. കഴിഞ്ഞ വർഷം 8 കൊല 8 കൊല കായ്ച്ചു. പക്ഷെ അതുകൊണ്ട് പ്രയോജനം ഉണ്ടായില്ല. അപ്പോഴത്തേക്കും മഞ്ഞ് വീണു. അതെ. ഞാനതിന് ഇതെല്ലാം പ്ലാസ്റ്റിക് ഒക്കെ ഇട്ട് നോക്കി, എന്നിട്ടും പ്രയോജനമായില്ല. നമ്മുടെ വയനാട് പോലെ ഇടുക്കി പോലെയും ഒക്കെ ഇതിന്റെ പുറകുവശം, വീടിന്റെ പുറകുവശം മനോഹരമായ വനപ്രദേശമാണ്. നമ്മുടെ പോലെ നാട്ടിലെ പോലെ ട്രോപ്പിക്കൽ വനമല്ല എങ്കിലും സാമാന്യം കുറ്റി മരങ്ങൾ, ഒരുവിധം പൊക്കമുള്ള മരങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു തോടാണ്. തോടിങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ്. സൂക്ഷിച്ചതിന്റെ കരയിൽ പോയി നിന്നില്ലെങ്കിൽ അലിഗേറ്റർ. ഇത് പീക്കോൺ ആണ്. ഈ നിൽക്കുന്ന പീക്കോൺ വലിയ മരം. ഇഷ്ടംപോലെ പീക്കോൺ ഉണ്ടാവും. അത് നവംബർ, ഡിസംബർ ആകുമ്പോഴത്തേക്ക്. വീടിന്റെ പുറകുവശമാണ് ഈ കാണുന്നത്. മുൻവശം ഞാൻ കാണിച്ചു തരാം. പുറകുവശമാണ് ഈ കാണുന്നത്. ഓറഞ്ച് കൃഷി ചെയ്തിട്ടുണ്ട്. താമരക്കണ്ണൻ, ചേമ്പ്. പുറവശം മനോഹരമായ വനഭൂമിയാണ്. പന്നിയുണ്ട്, മുയലുണ്ട്, മാൻകൂട്ടങ്ങൾ ചിലപ്പോൾ വരാറുണ്ട് ഇതുവഴി. ഇതൊരു ചെറിയ തോടാണ്. അത്ര വൃത്തിയുള്ളൊരു തോടല്ല. ഒഴുക്കില്ലാത്തത് കൊണ്ട് കിടക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. കൈകൊണ്ട് വെള്ളം കോരിയെടുത്തു കഴിഞ്ഞാൽ തെളിഞ്ഞ വെള്ളമാണ്. ധാരാളം മത്സ്യസമ്പത്തും ഒക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ആരും പിടിക്കാറില്ല. ഇതാണ് മനോഹരം. വല്ല ഈ സൈഡിൽ മുഴുവൻ മണ്ണ് വെട്ടിക്കയറ്റി, ആ തോട്ടിൽ നിന്ന് മണ്ണ് വെട്ടിക്കയറ്റി മുഴുവൻ കപ്പയും വാഴയും നിറച്ച് കൃഷി ചെയ്തിരിക്കുകയാണ്. സത്യത്തിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു കൃഷിസ്ഥലത്ത് ചെല്ലുന്ന ഒരു പ്രതീതിയാണ് നമുക്ക് തോന്നുക. സണ്ണി സാറെ സമ്മതിക്കുന്നു കേട്ടോ. ഇത് പീച്ചല്ലേ? ഇത് പുറവശത്ത് നിൽക്കുന്ന പീച്ചല്ലേ? പീച്ചാണ്. ഇത് നമ്മുടെ ഡയബറ്റിക് കപ്പ എന്ന് പറയും. ഡയബറ്റിക് കപ്പ എന്നൊക്കെ ചുമ്മാ പറയുന്നത്. പിന്നെ കപ്പയിലൊക്കെ സ്റ്റാർച്ചൊക്കെ ആവശ്യത്തിനുണ്ട്. പിന്നെ അറിയില്ല പുതിയ വെറൈറ്റി വല്ലതും ഉണ്ടോന്ന് അറിയില്ല. നാട്ടിലെങ്ങനെ ഡയബറ്റിക് കപ്പ വന്നിട്ട് അറിവില്ല. ഇത് കരിമ്പെല്ലാം നമുക്ക് നാട്ടിൽ ആലുവ കരിമ്പ് എന്ന് പറയും. പക്ഷെ ചുമന്ന കരിമ്പെല്ലാം നമുക്ക് കുറച്ചുകൂടെ കഴിയുമ്പോ വെട്ടി ഉപയോഗിക്കാൻ പറ്റും. ഇത് വളരെ സോഫ്റ്റ് ആണ്. കടിച്ചു കീറാൻ. കപ്പ ഇത് വിളഞ്ഞു കിട്ടുമോ? ഇത് കപ്പ വിളഞ്ഞു കിട്ടും. മഞ്ഞുകാലം തുടങ്ങുമ്പോഴത്തേക്കും വിളഞ്ഞു കിട്ടും. ഒരു 3-4 മാസം നിൽക്കും. ഓക്കെ. ഇത് ആപ്പിൾ വെക്കുന്നതേ ഉള്ളൂ. ഇതെന്തോ ഇത് പെർസിമൻ അങ്ങനെയാണ്ടാ പറയുന്നത്. ഇത് പിന്നെ നമ്മുടെ ഇതുണ്ടല്ലോ, മാതളമാണ്. ഇത് കരിമ്പ് നന്നായിട്ട് കൃഷി ചെയ്തിട്ടുണ്ടല്ലോ. കപ്പ ഇത് ഒരു 3 മാസം കഴിയുമ്പോൾ പറിക്കാമെന്ന് തോന്നുന്നല്ലേ? അതെ.
ഇതാണ് ഇത് വാഴയാണ്. വാഴയാ? മോറിസ് വാഴയാ. ഇത് കപ്പ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോ മുരിങ്ങ. അതെ, കപ്പ നന്നായിട്ട് കൃഷി ചെയ്തിട്ടുണ്ട്. ഒരുപാട് ചുവടുകളുണ്ട്. മുരിങ്ങ കണ്ടില്ലേ, കായായി ഇനി ആയിക്കൊണ്ടിരിക്കുന്നു. ഇത് നമ്മുടെ ഹൈറേഞ്ചിൽ ഉണ്ടായിരുന്നു സണ്ണി സാറേ. ഇത് ഈ താമരക്കണ്ണൻ ചേമ്പെന്ന് പറയുന്നത് ഭയങ്കര ചേമ്പാ. ഇത് ഒരു വലിയ ചൂടാണല്ലോ ഇത്. വലിയ ചൂടാ. അത് തന്നെ ഉണ്ടായി വരും. ഇനിയും നമ്മൾ പറിച്ചു കഴിഞ്ഞാല് മുരിങ്ങ കണ്ടമാനം സമൃദ്ധിയായിട്ട് കഴിച്ചിട്ടുണ്ട്. ഇത് വലിയ ഒരു ചുവടുണ്ടെങ്കിൽ നമുക്കൊരു 5-6 വീടുകാർക്ക് കൊടുക്കാനുണ്ട്. ഞാനിപ്പോ എന്റെ കയ്യിലിരുന്ന ട്രേ ഇല്ലേ, അത് നിറച്ചു കിട്ടും ഒരു മൂട് പറിച്ചത്. ഇത് സണ്ണി സാറിന്റെ അയൽവാസിയുടെ വീടാണ്. പാലാക്കാരാണ് ഇവര്. അതെ, പാലായിലെ ഇദ്ദേഹമാണ് ഇവിടെ ആദ്യം വന്ന് വീട് വെക്കുന്നത്. അതിന് ശേഷമല്ലേ സണ്ണി സാർ വരുന്നത്? ഇവിടെ വീടിന്റെ സൈഡാണിത്. ഇവിടെയും പേരയുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ കേരളത്തിൽ എന്തെല്ലാം വിളകളുണ്ടോ അതെല്ലാം ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. സാറേക്ക് ഇങ്ങോട്ട് അവിടെ ചേനയുണ്ട്. ചേനയുണ്ടോ അതിനൊക്കെ? കണ്ടു. ഇവിടെ നിന്നുകൊണ്ട് വീട് എടുക്കാം അങ്ങോട്ടേ. കോവിഡ് വന്നപ്പോഴേ ഞാൻ വേറൊരു വീട്ടിലായിരുന്നു താമസിച്ചത്. അവിടെ ബാക്കിൽ വെള്ളമാ, എങ്ങോട്ട് ഇറങ്ങാൻ പറ്റാതെ. അപ്പൊ എനിക്ക് തോന്നിയ ഒരു ആശയമാണ് ഇവിടെ കേരളന്റെ ഇഷ്ടവിഭവമാണ് ചേന. ചേന കൊണ്ട് എരിശ്ശേരി വെക്കുന്നത്. അതെ, ഫൈബറുള്ള ഭക്ഷണമാണ്. കേരളക്കാര് വെട്ടി നുറുക്കി അങ്ങോട്ട് പുഴുങ്ങിയിട്ട് കാന്താരി ചമ്മന്തിയും കൂടെ കൂട്ടിക്കഴിക്കുന്ന ഒരു അടിപൊളി കിഴങ്ങ് വർഗത്തിൽപ്പെട്ട ഒരു വിഭവമാണ് ചേന. അടിപൊളി. ഇത് വളർന്നു വരുന്നേ ഉള്ളല്ലോ. അതെ, ഒരു ലേക്കിന്റെ കരയിൽ പഴയ വീടായിരുന്നു അതിന് ശേഷം വെച്ച ഒരു വീടാണ് ഈ വീട്. നമുക്ക് ഇറങ്ങി നടക്കാൻ വേണ്ടി ചെയ്തതാ. ഈ വീടിന്റെ കോൺക്രീറ്റ് നടക്കുന്ന സമയത്ത്, ഫൗണ്ടേഷൻ ബേസ്മെന്റിന്റെ വർക്ക് നടക്കുന്ന സമയത്ത് ഞാനവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ചട്ടിക്ക് കോരിക്കൊണ്ട് വന്ന് ഇടുന്ന പോലെ അല്ല, മെഷീനിൽ സിമന്റ് കൂട്ടി നിമിഷ നേരം കൊണ്ട് അവരെ ഇത്രയും ആയിരക്കണക്കിന് സ്ക്വയർ ഫീറ്റ് വരുന്നതിന്റെ അടിത്തറ ഇട്ടിട്ട് പോയ ആ പണി ഞാൻ കണ്ടതായിട്ട് ഓർമ്മയുണ്ട്. ഗേറ്റിന്റെ അപ്പുറത്തൊന്ന് പോയി അവിടെ വീട് വെച്ചിട്ട് എത്ര വർഷമായി? ഇപ്പം 3 വർഷമായി. ഓക്കെ. ഗേറ്റ് തുറക്കാൻ പോവാണേ. ഓക്കെ, നമുക്ക് ഫോണിൽ തുറക്കാം. റിമോട്ട് കൺട്രോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ സർവ്വസാധാരണമായിട്ടുണ്ട്. പക്ഷെ താങ്ങാനാവുന്നതിലധികം വിലയാണ് അവിടെ. ഇത് ഒരെണ്ണം വെക്കുന്നതിന് വളരെ സൗകര്യം. മഴയൊക്കെ നനഞ്ഞു വരുമ്പോഴേ കാറിലൊക്കെ വന്ന് ഇറങ്ങിയിട്ട് നനയാതെ വീട്ടിൽ കയറാൻ. ഇത് അടുക്കളയിൽ ഇരുന്നോ ബെഡ്റൂമിൽ ഇരുന്നോ ഓപ്പൺ ചെയ്യാം അല്ലേ? അതെ, എവിടെ വേണേലും ഇന്ത്യയിൽ ഇരുന്ന് വേണേ ഓപ്പൺ ചെയ്യാം. ഫോൺ വഴിയാ? ഫോൺ വഴിയാണേൽ. അത് ശരി. ഇന്റർനെറ്റ് ഉള്ള എവിടെയും നമുക്കത് ഓപ്പൺ ചെയ്യാം. ഇത് എഴുതി വെച്ചേക്കുന്നത് ജീസസ് ദ വേ ദ ട്രൂത്ത് ആൻഡ് അതെ, ജീസസ് ദ വേ ദ ട്രൂത്ത് എപ്പോഴും അങ്ങനെ ആൻഡ് ദ ലൈഫ്. എല്ലായിടത്തും അങ്ങനെ എഴുതാൻ സമ്മതിക്കത്തില്ല. മലയാളം ഉണ്ട് ഇവിടെ. മലയാളം ആഴാമ്പള്ളം. ഓക്കെ, ഇത് നമ്മുടെ മെയിൽ ബോക്സാ സാറേ. ഇതാ മെയിൽ ബോക്സ്. അതെ, വീടിന്റെ മുമ്പിൽ ഒരു മെയിൽ ബോക്സ് വെച്ചിട്ടുണ്ട്. പോസ്റ്റ്മാൻ 4819 റെയിൻ ട്രീ ഡ്രൈവ്, മസൂറി സിറ്റി. ഇതാണ് സാറിന്റെ അഡ്രസ്. ഇവിടെ കൊണ്ടിട്ടിട്ട് പോകും കത്ത്. അയക്കാനുള്ള കത്ത് ഇവിടെ ഇട്ടാൽ മതി. അവരെടുത്തോണ്ടും വെക്കോളും. അതെ, അല്ലാതെ കത്തുകൾ എവിടെയെങ്കിലും വലിച്ചെറിയുന്ന രീതിയൊന്നും നമ്മുടെ ഇന്ത്യ രാജ്യത്തുള്ളത് പോലെ ഇവിടെ ഇല്ല. പിന്നെ നമ്മുടെ നാട്ടിൽ കത്തുകൾ ഇപ്പൊ തീരെ കുറവാണ്. ആരെങ്കിലും വന്നാൽ നമുക്ക് അവർക്ക് ഇങ്ങനെ ബെല്ലടിക്കാം. ബെല്ലടിക്കാനുള്ള സംവിധാനം അകത്ത് കിട്ടും. പിന്നെ അതുപോലെ ഈ നമ്പർ ഇട്ട് അവർക്ക് കയറുകയും ചെയ്യാം. അത് അത്ര വേണ്ടപ്പെട്ടവർക്കേ നമ്പർ കൊടുക്കുള്ളൂ. അടുത്ത സുഹൃത്തുക്കൾക്ക് നമ്പർ കൊടുക്കും. അവർക്ക് അതിലടിച്ചാൽ ഈ ഗേറ്റ് തനിയെ ഓപ്പൺ ആകും.
അത് നമ്മുടെ നാട്ടിൽ ഇതുപോലെയൊക്കെയുള്ള ആളുകൾക്ക് സേഫ്റ്റി 100% സുരക്ഷിതത്വം ലഭിക്കുന്ന അല്ലേ ഒരു സംവിധാനം ഇത്രയും വിശാലമായ ഒരു രാജ്യം പോലെയൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടാകാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ജനപ്പെരുപ്പമാണ് അതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ലാൻഡ് ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ കേരളീയ സമൂഹത്തോട് അമേരിക്കയിൽ വന്ന് താമസിക്കുന്ന മലയാളികളോട് എന്തെങ്കിലും പറയാനുണ്ടോ സണ്ണി സാറേ? ഉണ്ട്. പച്ചക്കറി അവരോട് വീട്ടില് ചെയ്യാൻ പറ്റും. ഇപ്പൊ വളരെ സംവിധാനങ്ങളുണ്ടല്ലോ. അതെ, ഗ്രോ ബാഗ് ഉണ്ട്. അതെ, പിന്നെ ഇത് വെസലുണ്ട്. അതിനകത്ത് മണ്ണ് നിറച്ചാണെങ്കിലും നമുക്ക് ഒരു 10 മൂട്, 10 വേണ്ട, 2 മൂട് മുളക് വെച്ചാൽ മുളക് കിട്ടും. 2 മൂട് വെണ്ട വെച്ചാൽ ആവശ്യത്തിന് വെണ്ടയ്ക്ക കിട്ടും. 1 മൂട് പാവല്, 1 മൂട് പടവല്. ഇതൊക്കെ എല്ലാം ചെയ്യാൻ എല്ലാവർക്കും ഒത്തില്ലെങ്കിലും ടെറസിൽ പോലും ചെയ്യാമല്ലോ. അങ്ങനെ ചെയ്യുന്ന ഒത്തിരി ആളുകളുണ്ടല്ലോ. അതെ, ഭക്ഷണമാണ് നമ്മുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്ന. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പം അതിനെ വളരെ എൻകറേജ് ചെയ്തതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഭൂമി ഉണ്ടെങ്കിലും കൃഷി ചെയ്യല. കടയിൽ പോയി തമിഴ്നാട്ടിൽ നിന്ന് വിഷമടിച്ച് വരുന്ന അതിമാരകമായ വിഷമടിച്ച് വരുന്ന പച്ചക്കറികളെ നമ്മൾ വിഷമാണ് കഴിക്കുന്നത്. അതെ, അവന് വേണ്ടി വേറെ കൃഷി ചെയ്യാം. അവന്റെ വീടിന്റെ വളപ്പിൽ വിഷമടിക്കാത്ത പച്ചക്കറി അവൻ കൃഷി ചെയ്ത് ഭക്ഷണിക്കുമ്പോ നമുക്ക് വേണ്ടി ഷേപ്പോടെ കേടില്ലാത്ത ഭക്ഷണത്തിന് വേണ്ടി മാരകമായ വിഷമടിച്ചാണ് നമുക്ക്. ഉദാഹരണം പറഞ്ഞാൽ ഇവിടുത്തെ ചൈന കടയിൽ നമ്മൾ പോയാല് ആ ചൈനക്കാരൻ കഴിക്കുന്ന, അതിന്റെ ഓണർ കഴിക്കുന്ന ഫുഡ് വേറെയാ. അത് അവന് പച്ചരിയും ചെറിയ ഇച്ചിരി ചാറും എല്ലാം കൂടെ കൂട്ടി കഴിക്കുന്ന ഒരു സംവിധാനം. നമ്മൾ കഴിക്കുന്നത് മുഴുവൻ ഏറ്റവും ശരീരത്തിന് കേടുണ്ടാക്കുന്ന സാധനം. ഒത്തിരി സോസും അതും ഇതും എല്ലാം കൂടെ കൂടി ഉള്ളതാണ്. അപ്പൊ ഭക്ഷണം കേരളീയരോട് പറയാനുള്ളത് അവരവരുടെ പറമ്പിൽ കൃഷി ചെയ്ത് വിളവെടുത്ത് വിഷമില്ലാത്ത ആരോഗ്യകരമായ നല്ല ഭക്ഷണം കഴിച്ച് സുഖത്തോടെ കഴിയണം. ജീവിക്കാവുന്നിടത്തോളം ഭക്ഷണമാണ് ഒരു വില്ലൻ എന്ന് വിശ്വസിക്കുന്നുണ്ടല്ലേ? സകല രോഗങ്ങളുടെയും കാരണം. ഈ പച്ചക്കറിയൊക്കെ കാണുമ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളെ കാണുന്ന ഒരു ഫീലിംഗ്. നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളെ കാണുന്ന ഒരു ഫീലിംഗ്. അതിനൊരു പ്രത്യേക സുഖമുണ്ട്. മാനസികമായി നമുക്കൊരു ഇതുണ്ട്. അപ്പൊ നമ്മൾ പച്ചക്കറികളും കൃഷികളെല്ലാം നമ്മുടെ നാട്ടിലാണെങ്കിലും കൃഷി ചെയ്ത് വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കണമെന്നാണ് സാറിന് പറയാനുള്ളത്.